കൃഷ്ണദാസിനെ പോലെ ഡെബ്യൂട്ടന്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് എന്നെ വച്ച് അവരുടെ കരിയർ തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവരുടെ ജീവിതം കരിയർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഒരു മെയിൻ ഭാഗമാണ്. അത് എന്നെ ഹീറോ ആക്കി പടം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കൃഷ്ണദാസ് ഉൾപ്പെടെ എന്നെ വെച്ച് പടം ചെയ്ത ഡെബ്യൂട്ടന്റ് ഡയറക്ടേഴ്സും റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഞാൻ നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം അത് അത്രയും വലിയ റിസ്ക്കാണ് എന്നെ പോലത്തെ ഒരാളെ വെച്ച് അവരുടെ കരിയർ തുടങ്ങാന്നുള്ളത്. സോ ഐ റെസ്പെക്ട് ദം ഫോർ ദാറ്റ്. ഞാൻ എപ്പോഴും മുൻഗണന കൊടുത്തിരിക്കുന്നത് അവർക്കാണ്. എനിക്കൊരു സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആ സംവിധായകനും ആ റൈറ്റർക്കും ആ പ്രൊഡ്യൂസർക്കും ഞാൻ ഏറ്റവും ആദ്യം ഡേറ്റ്സ് കൊടുക്കും. ആ ഡേറ്റ്സ് ഞാൻ തെറ്റിക്കില്ല. എനിക്കും പുറത്തുനിന്നൊക്കെ ഓഫേഴ്സ്, ഐ മീൻ അതർ ലാംഗ്വേജസ് നിന്നൊക്കെ ഓഫേഴ്സ്, നല്ല വലിയ പടങ്ങളിൽ എനിക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ട്, തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ. പക്ഷേ അവിടെ ഞാൻ ഡേറ്റ് കൊടുത്താൽ ഒരു ഡെബ്യൂട്ടന്റ് ഡയറക്ടറും ആ ഡയറക്ടറിന്റെ ഫാമിലിയും ഭാര്യയും അമ്മയും മക്കളും അച്ഛനും ഫ്രണ്ട്സും ഒക്കെ ആ പ്രൊജക്ട് നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാനവിടെ ആ സമയത്ത് തെലുങ്ക് പടമൊന്നും പറഞ്ഞുകൊണ്ട് പോയാൽ എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് കാണുന്നില്ല, ഓഫേഴ്സ് ഒന്നും വരുന്നില്ല എന്ന്. വരാത്തതുകൊണ്ടല്ല, പക്ഷെ ഞാൻ ഇവിടെ കമ്മിറ്റ് ചെയ്ത ഇത് ആദ്യം പാലിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം എൻ്റെ അമ്മയച്ഛനും അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും ഒരു പ്രൊജക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഒരു ഡെബ്യൂട്ടന്റ് വരുന്ന സമയത്ത് അവിടെ ഞാൻ എനിക്ക് പറയാൻ വളരെ ഈസിയാണ്, അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് അടുത്ത മാസം വേണ്ട, നമുക്കൊരു 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന്. പക്ഷെ ദാസൻ തന്നെ, കൃഷ്ണദാസ് തന്നെ, തോമസ് ചേട്ടനെ ഞാൻ ദുബായ് വെച്ച് കണ്ട് തോമസ് ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു വല്ല നല്ല കഥകളും കേട്ടോ. ഞാൻ 2 കഥകൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് ദാസൻ പറഞ്ഞ ഭരതനാട്യത്തിന്റെ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, അത് കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൃഷ്ണദാസിന്റെ പറഞ്ഞു. ഇപ്പൊ കൃഷ്ണദാസ് എന്നോട് ഒരു 3-4 മാസം മുമ്പാണ് ആദ്യമായിട്ട് എന്നോട് ഈ കഥ പറയുന്നത്. ഞാൻ പറഞ്ഞത് നീ ഭയങ്കര ലക്കിയാണ്, ഇത്രയും പെട്ടെന്ന് പ്രൊജക്റ്റ് ആയില്ലേ, ഒരു പ്രൊഡ്യൂസറെ കിട്ടിയില്ലേ. അപ്പൊ കൃഷ്ണദാസ് പറഞ്ഞു ചേട്ടാ അത് ശരിയാണ്, പക്ഷേ 3 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്കറിയാം. വെൽ എക്സ്പ്ലെയിൻഡ്. എന്നുവെച്ചാൽ ആ 3 വർഷം നമ്മൾ കാണുന്നില്ല, ഞാൻ ആ 4 മാസം മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ദാസന് ഡേറ്റ് കൊടുത്തിട്ട് പിന്നെ ഞാൻ തെലുങ്ക് പടത്തിൽ അഭിനയിച്ചിട്ട് വരാം, എനിക്ക് വേണമെങ്കിൽ കൺവിൻസ് ചെയ്യാം. തെലുങ്കിൽ അഭിനയിച്ചാൽ ചിലപ്പം നമുക്ക് കുറച്ചുകൂടെ അവിടെ ഒരു റീച്ച് കിട്ടും, അപ്പൊ നമുക്ക് നമ്മുടെ പടത്തിനും ഗുണം ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഏതൊരു ഡെബ്യൂട്ടന്റ് ഡയറക്ടർ സമ്മതിക്കും. പക്ഷെ ഞാനത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് എന്നെ അതർ ലാംഗ്വേജസിലും കാണാത്തത്. ഞാൻ ഇത്തരം കാര്യം പറഞ്ഞത് നമ്മുടെ സിനിമയായിട്ട് റിലേറ്റഡ് അല്ല. പക്ഷെ ഈ പടം അല്ലെങ്കിൽ ഭരതനാട്യം ദാസൻ എന്നെ വെച്ച് ചെയ്തു. അവന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നെ ഹീറോ ആക്കിയാണ്. അവനില് എന്നെക്കാളും വിശ്വാസം കൃഷ്ണദാസനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡെബ്യൂട്ടന്റ് ഡയറക്ടേഴ്സ് എന്നെ വെച്ച് പടം ചെയ്ത ആൾക്കാർക്ക് എന്നെക്കാളും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും നന്ദി. താങ്ക്സ് അലോട്ട് മീഡിയ, താങ്ക്സ് ഓഡിയൻസ്, ലവ് യു ഓൾ. ഒരുപാട് സപ്പോർട്ട് കിട്ടി. ഓഡിയൻസ് കാരണം മാത്രമാണ് ഇന്ന് ഇത്രയും സന്തോഷത്തോടെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നത്. എൻ്റെ മുഖത്ത് ചിരിയില്ല, പക്ഷെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ദിവ്യയുടെ ഒരു ഡയലോഗുണ്ട് മോഹിനിയാട്ടത്തിൽ. ഞാൻ ദിവ്യയോടൊക്കെ ചോദിക്കും നിങ്ങൾക്ക് ആർക്കും എന്തോ ഒരു കൂസലില്ലാത്തതെന്ന്. അപ്പം ദിവ്യയുടെ ഡയലോഗാണ് കൂസലൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളത് കാണിക്കാത്തതാണ്. അപ്പം അത് പറഞ്ഞ പോലെ ഞാനിപ്പോഴൊരു ഒരു സ്വപ്നലോകത്താണ്. ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നുണ്ടോ? ഇത്ര ആൾക്കാരൊക്കെ തിയേറ്ററിൽ കയറുന്നുണ്ടോ? ഇത്രയൊക്കെ റെസ്പോൺസസ് ഇത് ശരിക്കും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു ഇതിലാണ്. അപ്പം ഞാനൊരു 2 ദിവസം കൂടെ എടുക്കുമെന്ന് തോന്നുന്നു ഇതിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി, റിയാലിറ്റിയിലേക്ക് വരാൻ. അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണുമ്പം ഞാൻ ഒരുപാട് സന്തോഷവാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ മുഖത്തുനിന്ന് തന്നെ കിട്ടും. ഇപ്പം എൻ്റെ സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ അടുത്ത പ്രാവശ്യം എൻ്റെ ബോഡി ലാംഗ്വേജിലും മുഖത്തുമൊക്കെ ആ സന്തോഷം കാണും. താങ്ക് യു.